ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 1.1ലെ തേർഡ് ക്വസ്റ്റ്യൻ മുതലാണ് എന്ത് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇൻഡീജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the LCM and HCF of 12, 15 and 21. 12, 15 and 21. 12 factors ചെയ്യാം. 2, 6, 2, 3. So 12 equal to 2 into 2 into 3 എന്ന് കിട്ടി. ഇനി 15 5 into 3 ആയിരിക്കും. നമുക്ക് 3 കൊണ്ട് ചെയ്തു, 3 അവിടെ 5 കിട്ടി. അപ്പോൾ 15 ഈക്വൽ ടു 3 into 5. അടുത്തത് 21. 3 കൊണ്ട് ചെയ്യാം, 3 7 പ്രൈം നമ്പറാണ്, അവിടെ തീർന്നു. അപ്പോൾ 21 ഈക്വൽ ടു 3 into 7. അപ്പോൾ HCF ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ട് ഉള്ളത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 into 5, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 മാത്രമേ 3 ടൈമിലും കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ HCF ഈക്വൽ ടു 3. ഇനി LCM ഈക്വൽ ടു, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ആണ്, 5ഉം 7ഉം അവിടെ ഉള്ളത്. അപ്പോൾ 2 into 2 എടുത്തു, ഇൻറ്റു ഒരു 3 എടുത്തു, എവിടെയും 3 ആണുള്ളത്, ഇൻറ്റു 5 എടുത്തു, ഇൻറ്റു 7 ഈക്വൽ ടു 420. HCF 3 എന്ന് കിട്ടി, LCM 420 എന്ന് കിട്ടി. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് LCM ആൻഡ് HCF ഓഫ് 17, 23 ആൻഡ് 29. 17, 23 ആൻഡ് 29. ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം പ്രൈം നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ 17 ഈക്വൽ ടു, നമുക്ക് 1 into 70 എന്ന് എഴുതാം, വേറെ നമ്പറൊന്നും ഇല്ല. അതുപോലെ 23 ഈസ് ഈക്വൽ ടു 1 into 23 ആണ്. അതുപോലെ 29 ഈക്വൽ ടു 1 into 29 ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, 1 അല്ലാതെ. അപ്പോൾ HCF ഈക്വൽ ടു നമുക്ക് 1 എന്ന് എഴുതാം. ഇനി LCM ഈക്വൽ ടു, കോമൺ ഫാക്ടേഴ്സ് ഒരുമിച്ച് എഴുതാനൊന്നുമില്ല. അപ്പോൾ 17 into 23 into 29 ഈക്വൽ ടു 11,339 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ 3 നമ്പറും പ്രൈം നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കോമൺ ആയിട്ട് നമുക്ക് നമ്പേഴ്സ് ഒന്നും കിട്ടുന്നില്ല, 1 into എന്ന് തന്നെയാണുള്ളത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ആകുമ്പോൾ HCF 1 എടുക്കാൻ പറ്റുള്ളൂ, കോമൺ ആയിട്ട് വേറെ നമ്പർ ഇല്ല. ഇനി LCM കാണാൻ വേണ്ടി കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ കോമൺ മൾട്ടിപ്പിളിൽ ചെറുത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കോമൺ മൾട്ടിപ്പിൾ ഒന്നുമില്ല. അപ്പോൾ ഈ നമ്പേഴ്സിനെ തന്നെ ഗുണിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ 17, 23, 29 അത് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് 11,339 ആൻസർ കിട്ടി. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് 8, 9 ആൻഡ് 25. 8, 9 ആൻഡ് 25 ഫാക്ടറൈസ് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് അറിയാം, എങ്കിലും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചെയ്ത് നോക്കാം. 8 നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 into 4 ആണ് 8, 4. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യാം, അപ്പോൾ 2 കിട്ടി. അപ്പോൾ 2 into 2 into 8, 2 raised 8 ഫാക്ടേഴ്സ് 8 ഈസ് ഈക്വൽ ടു 2 into 2 into 2 എന്ന് എഴുതി. ഇനി 9, 3 കൊണ്ട് ചെയ്തു, 3 കിട്ടി. അപ്പോൾ 9 3 into 3 ആണ്. അപ്പോൾ 9 ഈസ് ഈക്വൽ ടു 3 into 3 എന്നെടുത്തു. ഇനി 25, 25നെ 5 കൊണ്ട് ചെയ്യാം, 5 into 5 25 കിട്ടി. അപ്പോൾ 25 ഈക്വൽ ടു 5 into 5 എന്നെടുത്തു. ഇനി ഇവിടുത്തെ HCF ഈക്വൽ ടു, ഫസ്റ്റ് 2 into 2 into 2 ആണ്, ഇവിടെ 3 into 3 ആണ്, 5 into 5 ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് HCF ഈക്വൽ ടു 1 എന്നെടുക്കാം. ഇനി LCM ഈക്വൽ ടു, അവിടെ 2 into 2 into 2 ആണ്, 2 raised to 3 ആണ്, 2 into 2 into 2 എന്ന് തന്നെ എടുക്കും.
ഇൻറ്റു അടുത്തതിൽ 3 ആണുള്ളത്, 3 ഇൻറ്റു 3 ആണ്, വേറെ എവിടെയും കോമൺ ആയിട്ട് 3 ഇല്ല, അപ്പോൾ 3 ഇൻറ്റു 3 തന്നെ എടുത്തു, ഇൻറ്റു 5 ഇൻറ്റു 5. അതായത് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ 8 ഇൻറ്റു 9 ഇൻറ്റു 25 തന്നെയാണ് ഇതിൻ്റെ ആൻസർ, ഈക്വൽ ടു 1800 എന്ന് നമുക്ക് ആൻസർ കിട്ടി. HCF 1 ആണ്, കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് HCF 1 ആണ്. ഇവിടെയും നമുക്ക് ഫാക്ടേഴ്സ് ആക്കാനേ പറ്റിയിട്ടുള്ളൂ, പക്ഷേ അവിടെ കോമൺ ഫാക്ടേഴ്സ് എടുത്തെഴുതാൻ പറ്റുന്നില്ല. കോമൺ ആയിട്ട് ഈ 3 നമ്പറിലും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല. ഇവിടെ 2 തന്നെയാണ്, ഇവിടെ 3 തന്നെയാണ്, ഇവിടെ 5 തന്നെ, അപ്പോൾ ഒന്നിനെ ഒഴിവാക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ ഈ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും ഇതിൻ്റെ LCM. അങ്ങനെ നമുക്ക് 1800 എന്ന് ആൻസർ ചെയ്യും.